ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതാരബിന്ദങ്ങളെ അർച്ചിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ദാസനായി പരിചരിച്ച കുറൂരമ്മയെ കുറിച്ചുള്ള കഥകളാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്ത് വെങ്ങനാശ്ശേരിയിലാണ് കുറൂർ മന സ്ഥിതി ചെയ്യുന്നത്. 15 വയസ്സുള്ളപ്പോഴാണ് പുറയന്നൂർ മനയിലെ ഗൗരി അന്തർജനത്തെ കുറൂർ ഇല്ലത്തേക്ക് വേല കഴിച്ചു കൊണ്ടുവരുന്നത്. കുട്ടിക്കാലം മുതൽ ഗുരുവായൂരപ്പനെ ഭജിച്ചാണ് ഗൗരി അന്തർജനം ജീവിക്കുന്നത്. കുട്ടിക്കാലത്ത് അച്ഛൻ കൊണ്ടുകൊടുത്ത ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം ഗൗരി വിളക്ക് കൊളുത്തി ദിവസേന പ്രാർത്ഥിച്ചു. കുറൂരില്ലത്ത് മൂത്ത കാരന് വരെ വിവാഹം കഴിച്ച ഗൗരി ചെറുപ്രായത്തിൽ തന്നെ വിധവയായി. കുട്ടികളില്ലാതിരുന്ന ഗൗരി ഉണ്ണിക്കണ്ണനെ തൻ്റെ ഉണ്ണിയെപ്പോലെ സ്നേഹിച്ചു. ഒരു ദിവസം ഒരു സന്യാസി വര്യൻ കുറൂരില്ലത്ത് ഭിക്ഷ കിട്ടി. സന്യാസിക്ക് കൊടുത്ത ഭക്ഷണത്തിലെ പ്രധാന വിഭവം കുറൂരമ്മ കണ്ണന് നീതിച്ച അടയായിരുന്നു. അടയുടെ മഹത്വം മനസ്സിലാക്കിയ സന്യാസി അത് തയ്യാറാക്കിയ പുണ്യാത്മാവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. അച്ഛൻ്റെ നിർബന്ധപ്രകാരം മുറത്തേക്ക് വന്ന കുറൂരമ്മ സന്യാസി വര്യന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദൗത്യം തുടങ്ങുന്ന കുറൂരമ്മയ്ക്ക് സന്യാസി വര്യൻ ഒരു മൂലമന്ത്രം ഉപദേശിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഭക്തിപൂർവം ഈ മന്ത്രം ജപിച്ചാൽ കണ്ണൻ പ്രത്യക്ഷപ്പെടുമെന്ന് സന്യാസി പറഞ്ഞു. അപ്പോൾ കുറൂരമ്മ സന്യാസി വര്യനോട് ചോദിച്ചു, കണ്ണനെ തനിക്ക് എപ്പോഴും കാണാൻ സാധിക്കുമോ എന്ന്. ഇതുവരെ കുറൂരമ്മ കണ്ണനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ തൻ്റെ പ്രിയ ഉണ്ണിയെ ഒരിക്കൽ കാണാൻ കഴിയുമെന്ന് സന്യാസി വര്യൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കുറൂരമ്മയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദധാര പൊഴിഞ്ഞു. മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് കുറൂരമ്മ ഭജിക്കാൻ തുടങ്ങി. കുറൂരമ്മ ഭഗവാനെ തൊട്ടറിഞ്ഞതുപോലെ ഇത് കേൾക്കുന്ന ഓരോ പുണ്യാത്മാവിനും കഴിയട്ടെ എന്ന് കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നിർത്തുന്നു. ഇതിൻ്റെ തുടർ കഥകളായി വീണ്ടും വരാം. ഹരേ കൃഷ്ണ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.